നമുക്ക് ചുറ്റും കാണുന്ന ലോകമാണോ യഥാർത്ഥ ലോകം? അതല്ലാതെ മറ്റെന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ശാസ്ത്രജ്ഞന്മാരെയും തത്വചിന്തകന്മാരെയും ഒരുപോലെ ആകർഷിച്ച ചോദ്യമാണിത്. പാശ്ചാത്യ ദർശനത്തിലും പൗരസ്ത്യ ദർശനത്തിലും ഇതേ ആശയത്തിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ തത്വചിന്തകനായ പ്ലാറ്റോ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗുഹയുമായുള്ള ഉപമ അഥവാ അലിഗറി ഓഫ് കേവ്. അലിഗറി ഓഫ് കേവ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഗുഹയിൽ ഇരുട്ടിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചാണ്. അവർക്ക് സൂര്യപ്രകാശം അറിയില്ല, അവർക്ക് പുറമേയുള്ള ലോകം എന്തെന്ന് അറിയില്ല. അവർ ജനനം മുതൽ ആ ചങ്ങലകളിൽ, ആ ഗുഹയ്ക്കുള്ളിൽ അങ്ങനെ കഴിയുകയാണ്. എങ്ങനെയാണ് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധം ഗുഹയുടെ ഒരു ചുമരിനെ മാത്രം നോക്കിക്കൊണ്ടാണ് അവർ ഇരിക്കുന്നത്. ആ രീതിയിലാണ് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് തിരിഞ്ഞു നോക്കാനോ പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് കാണുവാനോ കഴിയുകയില്ല. അവർക്ക് പിന്നിൽ തീ കത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തതിനാൽ ഒരിക്കലും അവർക്ക് ആ തീ കാണുവാൻ സാധിക്കുകയില്ല. ആ തീയുടെ മുന്നിലൂടെ പല വസ്തുക്കളും ചലിക്കുന്നുണ്ട്. അവ എന്തെന്ന് അറിയുവാനും അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ അവർ കാണുന്നുണ്ട്. എന്താണ് അവർ കാണുന്നത്? ആ തീയുടെ ജ്വാലയിൽ പിന്നിലൂടെ ചലിക്കുന്ന വസ്തുക്കളുടെ നിഴലുകൾ അവർക്ക് മുന്നിലുള്ള ചുവരിൽ പതിയും. അതവർക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് അവർ വിശ്വസിക്കുന്നു. മറ്റൊന്നും കാണുവാനോ അറിയുവാനോ അവർക്ക് കഴിയുകയില്ല. മുന്നിലുള്ള നിഴലുകളെ അവർ ഓരോ പേരിൽ വിളിക്കുന്നു. ഇതുപോലെയാണ് ഈ യഥാർത്ഥ ലോകം എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ ലോകം എന്നാണ് പ്ലാറ്റോ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത്. ഇനി ഈ ചങ്ങലകളിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ, എന്തു സംഭവിക്കും? അയാൾ തിരിഞ്ഞ് പിന്നിലുള്ള തീയും യഥാർത്ഥ വസ്തുക്കളും കാണും. പക്ഷേ താൻ ഇതുവരെ കണ്ടത് നിഴലുകളാണെന്നും ഇതാണ് യാഥാർത്ഥ്യമെന്നും അയാൾക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അയാൾ ഭയന്ന് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് ഓടുവാനാണ് ശ്രമിക്കുക. ഇനി ബലമായി ആരെങ്കിലും അതിൽ ഒരാളെ വലിച്ച് പുറത്തു കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. ആദ്യമായി അയാൾ സൂര്യപ്രകാശത്തിന്റെ ലോകത്ത് വരികയാണ്. അയാൾക്ക് അത് ആദ്യം അംഗീകരിക്കുവാൻ കഴിയുകയില്ല. സൂര്യപ്രകാശത്തെ അയാളുടെ കണ്ണുകൾക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ പതുക്കെ അയാൾ അതുമായി പൊരുത്തപ്പെടുന്നു. ആദ്യം അയാൾ ചുറ്റുമുള്ള നിഴലുകൾ കാണുകയും പിന്നീട് ആ നിഴലുകൾ ചില വസ്തുക്കളുടെ നിഴലുകൾ മാത്രമാണെന്നും യഥാർത്ഥ വസ്തുക്കളെ അറിയുകയും ചെയ്യുന്നു. പിന്നീട് രാത്രിയിൽ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുന്നു. പിന്നീട് സൂര്യനെ തന്നെ അഭിമുഖീകരിക്കാവുന്ന അവസ്ഥ വരുമ്പോഴാണ് എന്താണ് യഥാർത്ഥ സത്യമെന്നും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നു എന്നും അയാൾ തിരിച്ചറിയുന്നത്. ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് അജ്ഞതയുടെ ലോകമാണെന്നും ഇതാണ് യഥാർത്ഥ സത്യമെന്നും ഇതാണ് യഥാർത്ഥ ജ്ഞാനമെന്നും അയാൾ തിരിച്ചറിയുന്നു. ഈ അറിവ് ഗുഹയ്ക്കുള്ളിൽ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മറ്റു മനുഷ്യരിലും എത്തിക്കണമെന്നും അവരെയും ഈ യഥാർത്ഥ ലോകത്തിലേക്ക് കൊണ്ടുവരണമെന്നും അയാൾ ചിന്തിക്കുന്നു. തിരിച്ച് അയാൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നു. പക്ഷെ എന്തു സംഭവിക്കുന്നു? അത്രയും കാലം സൂര്യപ്രകാശത്തിൽ കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് അന്ധകാരത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയുകയില്ല. ഗുഹയ്ക്കുള്ളിലെ നിഴലുകളെ പോലും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ഗുഹയ്ക്കുള്ളിൽ അയാൾ ഒരു അന്ധനെ പോലെ പെരുമാറേണ്ടി വരുന്നു. ഇതു കാണുന്ന അത്രയും കാലം ഗുഹയ്ക്കുള്ളിൽ ചങ്ങലയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ കരുതുന്നത് ആരോ ഒരാൾ പുറത്തുപോയി, അതുകൊണ്ട് അയാൾ അന്ധനായി തിരിച്ചു വന്നിരിക്കുന്നു എന്നും ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തു പോകുന്നത് അപകടമാണെന്നും അത് അന്ധത വിളിച്ചു വരുത്തും എന്നാണ്. ഇതുപോലെയാണ് യഥാർത്ഥ ജീവിതമെന്ന് പ്ലാറ്റോ പറയുന്നു.
തത്വചിന്തകനാവുന്നതിനു മുൻപ് ഒരാൾ ഗുഹയ്ക്കുള്ളിലെ ചങ്ങലകളിൽപ്പെട്ട മനുഷ്യരെ പോലെയാണെന്നാണ് പ്ലാറ്റോ പറയുന്നത്. പിന്നിലെ തീ കാരണം മുന്നിലെ ചുവരിൽ ഉണ്ടാവുന്ന നിഴലുകളാണ് യഥാർത്ഥ ലോകമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെയാണ് ഈ ലോകത്തെ സാധാരണ മനുഷ്യരും. യഥാർത്ഥ മനുഷ്യർ മുന്നിൽ ചുവരിൽ കാണുന്ന നിഴലുകളാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ യഥാർത്ഥ സത്യവും യഥാർത്ഥ സത്തയും ഉണ്മയും വേറെയാണെന്നും അതിന്റെ നിഴലുകൾ മാത്രമാണ് നാം ചുറ്റും കാണുന്നു എന്നായിരുന്നു പ്ലാറ്റോ പറഞ്ഞു വെച്ചത്. പ്ലാറ്റോയുടെ തിയറി ഓഫ് ഫോംസ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഉപമ വരുന്നത്. യഥാർത്ഥ ഉണ്മയുള്ള സത്യത്തെ ആണ് അദ്ദേഹം തിയറി ഓഫ് ഫോംസ് എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെയും ചിന്തയിലൂടെയും ഒരു തത്വചിന്തകന് എത്തിപ്പെടാനാവുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ എത്തിയ അയാൾ യാഥാർത്ഥ്യം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടു മാത്രം കണ്ട് ശീലിച്ച അവർക്ക് അത് മനസ്സിലാവുകയില്ല. ഈ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് ആശയങ്ങളും പ്ലാറ്റോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അനലോജി ഓഫ് ഡിവൈഡിംഗ് ലൈൻ, അനലോജി ഓഫ് സൺ എന്നിവയാണ് അവ. ഇവയിലും സമാനമായ ആശയങ്ങളാണ് പ്ലാറ്റോ പറയുന്നത്. അത് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.